മലയാളം ടെക് വീഡിയോസിനും ട്രാവൽ വീഡിയോസിനും അൻസിസ് വ്യൂസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അതിനായി റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം പുതിയ വീഡിയോ അപ്ഡേറ്റുകൾ നിങ്ങളുടെ മുമ്പിലെത്താൻ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഹലോ ഗായ്സ്, വെൽക്കം ടു അൻസിസ് വ്യൂസ്. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അത്രത്തോളം ആവശ്യമില്ലാത്ത, അല്ലെങ്കിൽ അത്രത്തോളം ഡിമാൻഡ് ഇല്ലാത്ത, അത്രത്തോളം ഫേമസ് ആകാത്ത ഒരു സ്മാർട്ട് ഫോണാണ്. ഈ സ്മാർട്ട് ഫോണിനെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. അതായത് ബുധനാഴ്ച 12 മണിക്ക് സെയിൽ തുടങ്ങി 12 മണി 4 സെക്കൻഡ് ആകുമ്പോഴേക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്ന അത്രയും ഡിമാൻഡുള്ള റെഡ്മി നോട്ട് 5 പ്രോ എന്നുള്ള ഷോമിയുടെ ഏറ്റവും നല്ലൊരു ഫോൺ എന്നറിയപ്പെടുന്ന ഫോണിനെ കുറിച്ചുള്ള ഒരു അൺബോക്സിങ് വീഡിയോ ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഏതായാലും നമുക്ക് ഡയറക്റ്റ് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. ഓക്കെ ഗായ്സ്, ആദ്യം തന്നെ നമ്മൾ ഈ റെഡ്മി നോട്ട് 5 പ്രോയുടെ ബോക്സ് നോക്കുമ്പോൾ ഇന്ത്യസ് നമ്പർ 1 സ്മാർട്ട് ഫോൺ ബ്രാൻഡ് എന്ന് എഴുതിയേക്കുന്നത് കാണാം. പിന്നെ MIയുടെ ഒരു ലോഗോ കാണാം, റെഡ്മി നോട്ട് 5 പ്രോ എന്ന് എഴുതിയത് കാണാം. ബാക്കിൽ നമ്മൾ ഈ ഫോണിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ സാധിക്കും, ബ്ലാക്ക് കളറുള്ള ഈ ഫോണാണ്. 4GB റാം 64GB ഇൻറ്റേർണൽ മെമ്മറി ഉള്ള ഒരു ഫോണാണ്. ആ വേർഷനാണ് നമ്മളിവിടെ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് എഴുതിയേക്കുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, ഞാനിവിടെ ഇതിൻ്റെ ടു നോട്ട് ആക്സെപ്റ്റ് ഇഫ് ദിസ് സീൽ ഈസ് ബ്രോക്കൺ എന്നുള്ള സീലൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ഫോണിൻ്റെ ഒരു ബാക്ക് കവറാണ്. ബാക്ക് കവറും ഇതോടുകൂടി ഷോമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഡീസൻറ്റ് ബാക്ക് കവറാണ്. ഏകദേശം ഒരു ബ്ലാക്ക് ടിൻറ്റ് ഉള്ളൊരു രീതിയിലാണ്, ബ്ലാക്ക് കളർ, എന്നാലും ട്രാൻസ്പാരൻ്റ് ആണ്. വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ബാക്ക് കവറാണ്. ഇനി നമുക്ക് ഡിവൈസിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുമ്പോൾ എടുക്കുമ്പോൾ തന്നെ കുറച്ചൊരു ഹെവി ആയിട്ടാണ് തോന്നുന്നത്. കുറച്ചൊരു വെയിറ്റ് കൂടുതലുള്ള പോലെ തോന്നുന്നുണ്ട്. ഏകദേശം 4000 mAh ബാറ്ററി ഉള്ളത് കൊണ്ടായിരിക്കും അത്രത്തോളം വെയിറ്റ്. ഓക്കെ, അത്യാവശ്യം നല്ലൊരു സ്ലിം ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. പക്ഷേ റെഡ്മി 5 അപേക്ഷിച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് അത്രത്തോളം ഒരു സ്ലിം അല്ല. നമുക്ക് റെഡ്മി 5 വെച്ച് നോക്കിയാൽ അതിനേക്കാളും കുറച്ചുകൂടി ലെങ്ത്തും കൂടുതലാണ്, കുറച്ചുകൂടി വീതിയും കൂടുതലാണ്. അങ്ങനത്തെ രീതിയിലാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, പിന്നെ സ്ലിംനെസ് നോക്കുമ്പോൾ നമുക്ക് റെഡ്മി 5 തന്നെയാണ് സ്ലിം. കുറച്ചുകൂടി കോമ്പാക്റ്റ് ആണ് റെഡ്മി 5 റെഡ്മി നോട്ട് 5 പ്രോയേക്കാളും. ഓക്കെ, ഇനി നമുക്ക് റെഡ്മി നോട്ട് 5 മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള കുറച്ച് 2 പേപ്പർ വർക്കുകൾ കാണാൻ സാധിക്കും. ഈ ഫോണിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വാറണ്ടി കാർഡ് അതിൽ ഉൾപ്പെടും. പിന്നെ ഇതിനോട് കൂടെ കിട്ടുന്ന ചാർജർ നമുക്ക് 5V 2A സാധാരണ ചാർജറാണ്. പിന്നെ അതിനോട് കൂടെ ഒരു USB കേബിളും കിട്ടും. മൈക്രോ USB ടൈപ്പാണ് വരുന്നത് ഇവിടെ. ഓക്കെ, ഇത് അത്യാവശ്യം ലെങ്ത്ത് കുറവുള്ള ടൈപ്പുള്ള ഒരു USB കേബിളാണ്. വളരെ ലെങ്ത്ത് കൂടിയ ടൈപ്പല്ല. പിന്നെ നമുക്ക് ഒരു സിം ഇജക്ടർ ടൂളും കാണാൻ സാധിക്കും. സിം ട്രേ എടുക്കാൻ ഉപയോഗിക്കുന്ന. ഓക്കെ, ഇനി നമുക്ക് ഡിവൈസിലേക്ക് വരാം. ആദ്യമായിട്ട് നമുക്ക് ഡിവൈസിലെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഒന്ന് പറിച്ച് കളയാം. ഓക്കെ, നമുക്ക് ഈ ഡിവൈസിനെ അടുത്ത് നിന്ന് നോക്കുമ്പോൾ ഏറ്റവും ടോപ്പിൽ ആദ്യം തന്നെ നമുക്ക് ഒരു ഫ്രണ്ട് 20 MP ക്യാമറ കാണാൻ സാധിക്കും. f2.2 അപ്പർച്ചർ വാല്യൂ ഉള്ള ബ്യൂട്ടിഫൈ 4 സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ക്യാമറ വരുന്നത്. പിന്നെ അതിനടുത്തായിട്ട് ഒരു ഇയർ പീസ്, കോൾ വരുമ്പോൾ കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ഇയർ പീസ് കാണാൻ സാധിക്കും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് സെൻസേഴ്സ് കാണാം. അതിന് അടുത്തായിട്ട് നമുക്കൊരു സിംഗിൾ LED ഫ്ലാഷ് കാണാൻ സാധിക്കും. അതിനടുത്തായിട്ട് സിംഗിൾ കളർ നോട്ടിഫിക്കേഷൻ ലൈറ്റും കാണാൻ സാധിക്കും. പിന്നെ അതിന് താഴെയായിട്ട് 5.99 ഇഞ്ച് സൈസുള്ള ഡിസ്പ്ലേ കാണാൻ സാധിക്കും. അതിൽ നമുക്ക് ഫുൾ HD+ റെസൊല്യൂഷനാണ് ഇവിടെ വരുന്നത്. പിന്നെ ഫോണിൻ്റെ ബോട്ടം സൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് 3.5 mm ഓഡിയോ ജാക്ക് കാണാൻ സാധിക്കും. അതിനടുത്തായിട്ട് പ്രൈമറി മൈക്രോഫോൺ, പിന്നെ നമുക്ക് മൈക്രോ USB പോർട്ട്, അതിനുശേഷം സ്പീക്കർ, നല്ല ലൗഡായിട്ടുള്ള സ്പീക്കറാണ് ഇവിടെ വരുന്നത്. പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ ഫോണിൻ്റെ ഏറ്റവും താഴെയായിട്ട് നമുക്ക് പ്ലാസ്റ്റിക് പോർഷൻസ് കാണാൻ സാധിക്കും. അത് ആൻറ്റിന ലൈനാണ്. അതിന് മുകളിലായിട്ട് ഫുള്ളും നമുക്ക് മെറ്റൽ ബോഡിയാണ് വരുന്നത്. ഏകദേശം ഫ്ലാറ്റ് ആണ്, പക്ഷേ അരികുകളൊക്കെ കർവ്ഡ് ആണ് വരുന്നത്. അതിലൊരു MI ലോഗോ കാണാൻ സാധിക്കും. പിന്നെ നമുക്കൊരു ഫിംഗർ പ്രിൻറ്റ് സെൻസർ കാണാൻ സാധിക്കും. പിന്നെ ക്യാമറ മൊഡ്യൂൾ കാണാൻ സാധിക്കും. ഇതിൽ ഏറ്റവും താഴെയുള്ള ക്യാമറ 12 MP f2.2 അപ്പർച്ചർ വാല്യൂ ഉള്ള 1.25 മൈക്രോൺ പിക്സൽ സൈസുള്ള ക്യാമറയാണ് വരുന്നത്. അതിന് മുകളിലായിട്ട് ഡുവൽ LED ഫ്ലാഷ് കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് സിംഗിൾ കളറാണ് വരുന്നത് ഈ 2 LEDയിൽ നിന്നും. പിന്നെ അതിന് മുകളിലായിട്ട് നമുക്ക് 5 MP ഡെപ്ത് സെൻസിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്യാമറ കാണാൻ സാധിക്കും. അതിൻ്റെ അപ്പർച്ചർ വാല്യൂ f2.0 അപ്പർച്ചർ വാല്യൂ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഫോണിൻ്റെ ടോപ്പ് സൈഡിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് ആൻറ്റിന ലൈൻ കാണാൻ സാധിക്കും. അത് ചെറുതായിട്ടൊരു പ്ലാസ്റ്റിക് പോർഷൻ അവിടെയും കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഫോണിൻ്റെ ടോപ്പ് സൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു IR ബ്ലാസ്റ്റർ കാണാൻ സാധിക്കും. അതിനടുത്തായിട്ട് നമുക്ക് ഒരു പ്രൈമറി മൈക്രോഫോണും കാണാൻ
കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു സിം ട്രേ കാണാൻ സാധിക്കും. സിം ട്രേയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഹൈബ്രിഡ് സെറ്റപ്പാണ് വരുന്നത്. അതായത് അറ്റ് എ ടൈമിൽ നമുക്ക് ഒന്നുകിൽ ഒരു സിമ്മും ഒരു മെമ്മറി കാർഡ് ഉപയോഗിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ ഡുവൽ സിം ഉപയോഗിക്കാൻ പറ്റുന്ന സെറ്റപ്പാണ് വരുന്നത്. ഫോണിൻ്റെ സൈഡിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് 8.1 മില്ലിമീറ്റർ കട്ടിയാണ് മാത്രമാണ് വരുന്നത്. വളരെ സ്ലിം ആയിട്ടുള്ള ഫോൺ എന്ന് പറയാൻ സാധിക്കില്ല, എന്നിരുന്നാൽ പോലും അത്യാവശ്യം നല്ലൊരു സ്ലിം ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ സൈഡ് പോർഷനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് മെറ്റൽ ബോഡിയാണ് ഇവിടെ സൈഡിലൊക്കെ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്കൊരു പവർ ബട്ടണും അതേപോലെ തന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടണും കാണാൻ സാധിക്കും. വളരെ ക്ലിക്കബിൾ ആയിട്ടുള്ള ബട്ടൺസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രത്തോളമാണ് നമുക്ക് ഈ ഡിവൈസിനെ അടുത്ത് നിന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഇതിൻ്റെ ഡിസൈൻ എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഈ ഡിവൈസ് ആദ്യമായിട്ടൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അത് ഓൺ ചെയ്ത് ഞാൻ സെറ്റ് ചെയ്യുന്നത് വരെ നമുക്ക് അതിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യമായിട്ടൊന്ന് നോക്കാം. സ്പെസിഫിക്കേഷൻ പറയുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് 5.99 ഇഞ്ച് ഫുൾ HD പ്ലസ് 18:9 IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിന് ഗൊറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷൻ ഉണ്ട്. പിന്നെ ആൻഡ്രോയിഡ് നുഗറ്റ് വേർഷൻ ആണ് ഇതിൽ ആൻഡ്രോയിഡ് വേർഷൻ വരുന്നത്. ഇതിൻ്റെ MIUI അല്ലെങ്കിൽ യൂസർ ഇൻ്റർഫേസ് വരുമ്പോൾ MIUI 9.2 ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനാണ് വരുന്നത്. പിന്നെ CPU അല്ലെങ്കിൽ പ്രൊസസ്സറിനെ കുറിച്ച് പറയുമ്പോൾ സ്നാപ്ഡ്രാഗൺ 636 എന്ന ഒരു ഒക്ടാകോർ പ്രൊസസ്സറാണ്. വളരെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് തരുന്ന ഒരു പ്രൊസസ്സർ തന്നെയാണ്. ഓക്കെ, പിന്നെ GPU അല്ലെങ്കിൽ ഗ്രാഫിക്സ് പ്രോസസ്സിംഗ് യൂണിറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ Adreno 509 GPU ആണ് ഇവിടെ വരുന്നത്. Adreno 509 GPUവിനെ കുറിച്ച് പറയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗെയിമിംഗ് പെർഫോമൻസ് തരുന്ന ഒരു ഗ്രാഫിക്സ് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ റാമിനെ കുറിച്ച് പറയുമ്പോൾ 4GB റാം 6GB റാമിലും അവൈലബിൾ ആണ്. ഇങ്ങനെ 2 വേർഷനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ ഇൻറ്റേർണൽ മെമ്മറിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് 64GB ഇൻറ്റേർണൽ മെമ്മറി വേർഷനിൽ മാത്രമാണ് വരുന്നത്. നമുക്ക് മൈക്രോ SD ഉപയോഗിച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. ഹൈബ്രിഡ് സെറ്റപ്പാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ക്യാമറ സ്പെസിഫിക്കേഷൻ നോക്കുമ്പോൾ ബാക്കിൽ നമുക്ക് ഡുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 12 മെഗാപിക്സൽ പ്ലസ് 5 മെഗാപിക്സൽ ഡുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഇതിൽ 12 മെഗാപിക്സൽ സാധാരണ ക്യാമറയും 5 മെഗാപിക്സൽ ഡെപ്ത് സെൻസിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്യാമറയാണ് വരുന്നത്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് പോർട്രേറ്റ് മോഡിലുള്ള ഫോട്ടോ എടുക്കാനും ഇത് സഹായിക്കും. ഓക്കെ, ഇനി നമുക്ക് ഫ്രണ്ടിൽ 20 മെഗാപിക്സൽ ക്യാമറയാണ് വരുന്നത്. ഇതിനോട് കൂടെ ഒരു സെൽഫി ഫ്ലാഷും കാണാൻ സാധിക്കും. മാത്രമല്ല ഇത് ഉപയോഗിച്ചിട്ടും നമുക്ക് പോർട്രേറ്റ് മോഡ് എടുക്കാനും സഹായിക്കുന്ന രീതിയിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ബാറ്ററിയെ കുറിച്ച് പറയുമ്പോൾ 4000 mAh ബാറ്ററിയാണ്. അത്യാവശ്യം നല്ലൊരു ബാറ്ററി സൈസിലാണ് ഇവിടെ വരുന്നത്. പിന്നെ നമുക്ക് ബാക്കിയുള്ള ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാ ബേസിക് സെൻസേഴ്സും അവൈലബിൾ ആണ്. IR ബ്ലാസ്റ്റർ സംവിധാനമുണ്ട്, ഫിംഗർ പ്രിൻറ്റ് സെൻസറുണ്ട്, അതുപോലെ തന്നെ ഫേസ് അൺലോക്കിംഗ് സംവിധാനം ഇതിനുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രൈസിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് 4GB റാം വേർഷൻ ഏകദേശം 13,999 രൂപയാണ്. 6GB റാം വേർഷന് നമുക്ക് 16,999 രൂപയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രത്തോളമാണ് ഈ ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ പറയാനുള്ളത്. ഓക്കെ, നമുക്കിപ്പോൾ ഡിവൈസ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഡിവൈസിനെ കുറിച്ച് ആദ്യമായിട്ട് നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സെൻസറിനെ കുറിച്ച് ചെക്ക് ചെയ്യാം. ഫിംഗർ പ്രിൻറ്റ് സെൻസറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഫിംഗർ പ്രിൻറ്റ് സെൻസർ തന്നെയാണ് ഇവിടെ വരുന്നത്. ഓൾമോസ്റ്റ് Redmi 5 പോലെ തന്നെ അതേ രീതിയിലുള്ള ഫാസ്റ്റ്നെസ് ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കും. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഫോൺ ഒന്ന് ഓൺ ചെയ്ത് അതിന് ശേഷം അതിലെ സോഫ്റ്റ്വെയറും കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് കുറേ സോഫ്റ്റ്വെയർ ഇതിൽ ഓൾറെഡി ഉണ്ട്. നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മീ ടൂൾസ് ഉണ്ട്. അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റിൻ്റെ കുറച്ച് സോഫ്റ്റ്വെയറുകൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ആമസോൺ, ഫേസ്ബുക്ക്, മിന്ത്ര ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസും നമുക്ക് കാണാൻ സാധിക്കും. ഇവയെല്ലാം നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഫോണിൻ്റെ സെറ്റിങ്സിൽ അബൌട്ട് ഫോണിൽ പോയാൽ നമുക്ക് അതിൻ്റെ ഡിവൈസ് നെയിം അല്ലെങ്കിൽ മോഡൽ നമ്പർ Redmi Note 5 Pro എന്ന ഇതായിട്ട് കാണാൻ സാധിക്കും. ആൻഡ്രോയിഡ് വേർഷൻ 7.1.1, പിന്നെ MIUI 9.2 സ്റ്റേബിൾ വേർഷനാണ്. നമുക്ക് റാം 4GB റാമാണ് ഇവിടെ വരുന്നത്. ഇൻറ്റേർണൽ മെമ്മറി 64GB, ഏകദേശം 52GB ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രത്തോളമാണ് നമുക്ക് ഈ ഫോണിൻ്റെ അബൌട്ട് ഫോൺ ഡീറ്റെയിൽസ് ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് ആദ്യമായിട്ട് ഇതിൻ്റെ ക്യാമറ ആപ്ലിക്കേഷനെ കുറിച്ചൊന്ന് പരിചയപ്പെടാം. ആദ്യമായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ്, ഒരുപാട് മാറ്റം വരുന്ന രീതിയിലാണ് Redmi 5 Ultra അപേക്ഷിച്ച് നോക്കുമ്പോൾ. നമുക്ക് ഷോർട്ട് വീഡിയോ, അതേപോലെ തന്നെ വീഡിയോ, ഫോട്ടോ, പോർട്രേറ്റ്, സ്ക്വയർ, പനോരമ, മാനുവൽ മോഡ് ഇങ്ങനത്തെ മോഡുകളൊക്കെ ആദ്യം തന്നെ മാറ്റാൻ പറ്റുന്ന ഓപ്ഷൻസാണ് ഇവിടെ നമുക്ക് ആദ്യം തന്നെ കാണാൻ സാധിക്കുക. ഓക്കെ, നമുക്ക് ഇതിൽ ഫോട്ടോ മോഡിൽ എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ടൈമർ, ടിൽറ്റ് ഷിഫ്റ്റ്, സ്ട്രൈറ്റൻ, സീൻ, HHD അങ്ങനെയുള്ള ഒരുപാട് ബ്യൂട്ടിഫൈ മോഡുകളൊക്കെ ഉണ്ട്.
ഓക്കെ, പിന്നെ ഡുവൽ ക്യാമറ വാട്ടർമാർക്ക് പുതിയ അപ്ഡേറ്റ് വരുമ്പോൾ അത് തീർച്ചയായിട്ടും വരുന്നുണ്ട്. ഓക്കെ, അങ്ങനത്തെ രീതിയിലാണ്. പിന്നെ നമുക്ക് കളർ ഗ്രേഡിയൻറ്റ് മാറ്റാനുള്ള ഓപ്ഷൻസൊക്കെ ഇതിൽ കാണാൻ സാധിക്കും. ഓക്കെ, അങ്ങനത്തെ രീതിയിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഫ്ലാഷ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതിലെ വീഡിയോ റെക്കോർഡിങ്ങിനെ കുറിച്ച് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഓപ്ഷൻസ് നോക്കുമ്പോൾ ടൈം ലാപ്സ് ഷോട്ട് എടുക്കാം, അതേപോലെ തന്നെ സ്ലോ മോഷൻ ഷോട്ട് എടുക്കാൻ സാധിക്കും. റെഡ്മി 5ൽ നമുക്ക് സ്ലോ മോഷൻ ഷോട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലല്ലായിരുന്നു. ഓക്കെ, പിന്നെ പോർട്രേറ്റ് മോഡ് ഉണ്ട്. അങ്ങനെ ഒരുപാട് സെറ്റപ്പ് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഫോട്ടോ മോഡിൽ പോയിട്ട് നമുക്ക് ജസ്റ്റ് ആദ്യമായിട്ടൊരു ഒരു ഷോട്ട് എടുക്കാം. എന്നിട്ട് അത് എങ്ങനെയുണ്ട് ആ ക്യാമറ സാമ്പിൾസ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിനുശേഷം കൂടുതൽ ക്യാമറ സാമ്പിൾസും നിങ്ങൾക്ക് ഇതിനോട് കൂടെ കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രത്തോളമാണ് ക്യാമറ ആപ്ലിക്കേഷനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്ന ബാക്ക് കവർ ഈ ഫോണിൽ എത്രത്തോളം നല്ല രീതിയിൽ ഫിറ്റ് ചെയ്യുന്നു എന്ന് നോക്കാം. ഫിറ്റിങ്സിനെ കുറിച്ച് പറയുമ്പോൾ വളരെ നല്ല രീതിയിൽ എല്ലാ പോർട്ടുകളും വളരെ നല്ല രീതിയിൽ ഫിറ്റായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് ബാക്ക് സൈഡിൽ ചെറുതായിട്ട് ഇതിൻ്റെ ഫോണിൻ്റെ അരികുകളൊക്കെ കർവ്ഡ് ആയതുകൊണ്ട് ബാക്ക് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് റെഡ്മി 5 ഫോണിൻ്റെ അത്രത്തോളം ഒരു ലുക്ക് തോന്നുന്നില്ല ബാക്ക് കവർ ഇടുമ്പോൾ. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാകും. പക്ഷേ ഒരു ഗുണമെന്ന് വെച്ചാൽ ഈ ഫോണിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്യാമറ ഹമ്പ് വളരെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് ഈ ബാക്ക് കവർ. പക്ഷേ നമുക്ക് റെഡ്മി 5ൽ അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ ഇല്ല. കുറച്ചുകൂടി പുറത്തേക്ക് ഇതിൻ്റെ ക്യാമറ ലെൻസ് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് ഉള്ളത്. അത് ഒരു ചെറുതായിട്ടൊരു ഈ കേസിൻ്റെ, അതായത് റെഡ്മി 5ൻ്റെ കേസിൻ്റെ ഒരു പ്രശ്നമായിട്ട് പറയാം. എന്നിരുന്നാൽ പോലും ഡയറക്റ്റ് ലെൻസിലേക്ക് തട്ടില്ല. ക്യാമറയുടെ ചുറ്റിലുള്ള പോർഷൻ തന്നെ കുറച്ചൊരു പ്രൊട്രൂഡായിട്ട് അല്ലെങ്കിൽ തള്ളി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ലെൻസിൽ തട്ടില്ല. പക്ഷേ ഒരു ഫ്ലാറ്റ് അല്ലാത്ത സർഫസിലൊക്കെ വെക്കുമ്പോൾ നമുക്ക് കേസ് പ്രൊട്ടക്ഷൻ ഉണ്ടാകാൻ അല്ലെങ്കിൽ ബാക്ക് കവർ കൊണ്ടുള്ള പ്രൊട്ടക്ഷൻ ഉണ്ടാകണമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ റെഡ്മി നോട്ട് 5 പ്രോയിൽ വളരെ നല്ല രീതിയിൽ ഇതിൻ്റെ ക്യാമറ ഹമ്പൊക്കെ വളരെ നല്ല രീതിയിൽ കേസ് തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ആ പ്രൊട്ടക്ഷൻ ഇല്ല എന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ റെഡ്മി നോട്ട് 5 പ്രോയുടെ ഫേസ് അൺലോക്കിങ്ങിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ആദ്യമായിട്ട് ഇതിൽ നമ്മൾ ഫേസ് അൺലോക്കിംഗ് സെറ്റ് ചെയ്യണം. നമുക്ക് നമ്മുടെ ഫേസ് ഡീറ്റെയിലിംഗ് ഒക്കെ ഇതിൽ സെറ്റ് ചെയ്യണം. വളരെ സിമ്പിളായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ആദ്യം സ്ക്രീൻ ഓൺ ചെയ്യണം. ഡയറക്റ്റ് നമ്മളുടെ ഫേസ് പിടിക്കുകയില്ല, അങ്ങനെ അൺലോക്ക് ചെയ്യുകയില്ല. ഫസ്റ്റ് ജസ്റ്റ് നമ്മൾ ഈ പവർ ബട്ടൺ ഉപയോഗിച്ചിട്ട് സ്ക്രീൻ ഒന്ന് ഓൺ ചെയ്യുക, എന്നിട്ട് നമ്മളുടെ ഫേസിലേക്ക് പിടിക്കണം. ഓക്കെ, നിങ്ങൾക്ക് അൺലോക്ക് ആയതായിട്ട് കാണാൻ സാധിക്കും. വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് OnePlus 5Tയുടെ അത്രയും ഫാസ്റ്റായിട്ടൊന്നും വർക്ക് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ അത്രത്തോളം നല്ല കൺവീനിയൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല. ലൈറ്റിംഗ് ഒക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ടാണെങ്കിൽ വളരെ ഈസി ആയിട്ട് അൺലോക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോഴൊക്കെ പെട്ടെന്ന് അൺലോക്ക് ചെയ്യുന്നുണ്ട്. അൺലോക്ക് ചെയ്തു. പക്ഷേ ഇപ്പോൾ എൻ്റെ ഇവിടെ നല്ല രീതിയിൽ ലൈറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെ ഉണ്ട് ഇതിൻ്റെ ഫേസ് അൺലോക്കിംഗ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഇങ്ങനത്തെ ഒരു ഏരിയയിലൊക്കെ, അതായത് ലൈറ്റ് ബാക്കിൽ നിന്ന് കൂടുതലായിട്ട് വരുന്ന ടൈമിലൊന്നും നമുക്ക് അത്രത്തോളം നല്ല രീതിയിൽ ഇത് വർക്ക് ചെയ്യുന്നില്ല. ഒന്നുകൂടി ചെക്ക് ചെയ്യാം. ഇല്ല, വർക്ക് ചെയ്യുന്നില്ല. പക്ഷേ ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഏതായിരുന്നാലും ഫേസ് അൺലോക്കിങ്ങിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇത് എല്ലാ ടൈമിലും വർക്ക് ചെയ്യുന്നില്ല. എന്നിരുന്നാൽ പോലും നമുക്ക് ഈ റെഡ്മി നോട്ട് 5 പ്രോയിൽ ഫേസ് അൺലോക്കിംഗ് ഉണ്ട് എന്ന് പറയാം. ഷവോമിക്ക് തീർച്ചയായിട്ടും സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ ഇത് വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന രീതിയിൽ ആക്കാൻ സാധിക്കുന്നതാണ്.
തീർച്ചയായിട്ടും ഞാൻ ഇതിന് കൂടുതൽ ടെസ്റ്റ് ചെയ്യുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഫേസ് അൺലോക്കിംഗ് എത്രത്തോളം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് നോക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രത്തോളമാണ് നമുക്ക് ഈ റെഡ്മി നോട്ട് 5 പ്രോയുടെ അൺബോക്സിങ്ങും അതേപോലെ തന്നെ അതിൻ്റെ ചെറുതായിട്ടുള്ള നമ്മൾ ബേസിക് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ റെഡ്മി നോട്ട് 5 പ്രോയെ കുറിച്ചുള്ള കൂടുതൽ ഗെയിമിംഗ് റിവ്യൂസ്, പെർഫോമൻസ് റിവ്യൂസ്, അതുപോലെ തന്നെ നമുക്ക് ക്യാമറ റിവ്യൂസ്, ഇങ്ങനെയുള്ള അതേപോലെ തന്നെ നമുക്ക് ഈ റെഡ്മി 5 ആയിട്ട് എങ്ങനെ കമ്പയർ ചെയ്യാം എന്നുള്ള രീതിയിലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. അതേപോലെ തന്നെ ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടു നോക്കുക. ആ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും അൻസിസ് വ്യൂസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.